കോട്ടയം കുറവിലങ്ങാട് ലഹരിക്കടിമയായ യുവാവ് വഴിയരികിൽ നിന്ന യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ടു. കുറവിലങ്ങാട് ഇലക്കാട് ബാങ്ക് ജംഗ്ഷനിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട ജിതിനാണ് ആക്രമണം നടത്തിയത്. കിണറ്റിൽ വീണ യുവാവിനെ ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്കെത്തിച്ചത്. ഷിനോജ് എസ് ടി ചെയ്യുന്നുണ്ട്. ഷിനോജ്, ലഹരിയിൽ നടത്തിയ പരാക്രമം, അതിലൊരാൾ കിണറ്റിലേക്ക് തള്ളിയിടപ്പെടുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. എന്താണ് പിന്നീട് എടുത്ത നടപടികൾ? പ്രദേശം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. കുറവിലങ്ങാട് ഇലക്കാട് ബാങ്ക് ജംഗ്ഷൻ സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ഈ പ്രതിയായിട്ടുള്ള ജിതിനും അതുപോലെ തന്നെ ഈ കിണറ്റിൽ വീണ കല്ലോലിൽ ജോൺസനും ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ബാങ്ക് ജംഗ്ഷൻ സമീപം നിൽക്കുകയായിരുന്ന ഈ ജോൺസനെ പ്രതിയായിട്ടുള്ള കഞ്ചാവ് ലഹരിയിലായിരുന്ന ജിതിൻ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഈ ആക്രമണം നടത്തിയതിന് പിന്നാലെ, അതായത് കിണറ്റിലേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ തന്നെ ഈ ജിതിൻ ഈ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. തുടർന്ന് മരങ്ങാട്ടുപള്ളി പോലീസും അതുപോലെ തന്നെ പാലായിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ ജോൺസനെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും നല്ല ആഴമുള്ള കിണറായിരുന്നു, നല്ല വെള്ളവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളമുള്ളതിനാൽ തന്നെ മറ്റൊന്നും സംഭവിച്ചില്ല. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. തുടർന്ന് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒക്കെ തന്നെ ജോൺസൺ ചികിത്സ തേടി. എന്തായാലും ഇപ്പോൾ മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിൽ ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. അല്പസമയത്തിന് ശേഷം ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ജോൺസൺ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ജോൺസന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ളവ നമുക്ക് ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.